ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന നമുക്ക് ഒട്ടും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. 85,000 ഇന്ത്യക്കാർക്ക് ഈ വർഷം ഈ ഏപ്രിൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വിസ കൊടുത്തു എന്നാണ് ചൈന ഒഫീഷ്യലി രാജ്യം വൺ സെറ്റപ്പ് ആക്കി കഴിഞ്ഞു. ഇനി അവർ അത് ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നത് കാണട്ടെ, ഞങ്ങളുടെ രാജ്യം എങ്ങനെയാണെന്ന് കാണട്ടെ. ഇതുവരെ പ്രൊപ്പഗണ്ട ഇംഗ്ലീഷൊന്നും അറിയാതെയാണ് അവർ ഈ ഒരു രീതിയിൽ ഈ ഒരു നാടിനെ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയെടുത്ത് എന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ആളുകൾ താമസിക്കുന്നത്. നമ്മൾ ആ മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാകും. അപ്പോൾ അതിന് ശേഷമുള്ള സ്ഥലങ്ങൾ മൂന്നാമത്തെ വലിയ രാജ്യമാണ്. ഇപ്പോൾ ആദ്യം റഷ്യ കഴിഞ്ഞാൽ, പിന്നെ കാനഡ കഴിഞ്ഞാൽ, പിന്നെ ചൈനയാണ്. പക്ഷേ ചൈനയിൽ ഈ 50% ലാൻഡ് ഉപയോഗം പ്രദർശിക്കുകയാണ്. മുമ്പ് ഒരു കുട്ടി കൂടുതലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടാതിരുന്ന കാലത്ത് നിന്ന് മാറി ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഗവൺമെൻറ് സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. 508 സ്റ്റേഷനൊക്കെ ഒരു മെട്രോ ഇതിനുണ്ടാവുക എന്ന് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ഇതിനു മുമ്പ് വിചാരിച്ചിട്ടുള്ള കാര്യമായിരുന്നു. നമസ്കാരം, ജനീഷാണ്. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചൈനയിൽ പോയിട്ട് എന്താണ് ചൈന, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ചൈന എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു ചൈനയെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം നമുക്ക് എന്താണ് ചൈന, നമ്മൾ പുറമേ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ ഭയങ്കര കാര്യങ്ങൾ പുറത്തേക്ക് വരാത്ത സ്ഥലമാണ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചൈനയെ പറ്റി. ഇപ്പോൾ നമ്മൾ കോവിഡ് വൈറസിൻ്റെ സമയത്തായാൽ പോലും ഒക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ ചൈനയിൽ പോയി വന്ന ശേഷം പറയുമ്പോൾ എനിക്ക് ചൈനയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു പരിധിവരെ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ആ ഒരു സ്വാതന്ത്ര്യത്തിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് എന്ന് തന്നെ പറയണം. എന്നാൽ നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന നമുക്ക് ഒട്ടും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഈ ഒരു 5 ദിവസത്തെ യാത്രയിൽ ഒരു സ്ഥലത്ത് പോലും നമ്മളെ പോലീസ് വന്ന് നമ്മളോട് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയാസ്പദമായ രീതിയിൽ അവർ നമ്മളോട് ആരോടെങ്കിലും പെരുമാറുന്നതോ അങ്ങനെ ഒന്നും ഒരു സംഭവം ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ചൈനയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ചൈന നമുക്കറിയാം ടൂറിസ്റ്റുകളെ അവർ അധികം വെൽക്കമിങ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഇപ്പോൾ അവർ അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 85,000 ഇന്ത്യക്കാർക്ക് ഈ വർഷം ഈ ഏപ്രിൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വിസ കൊടുത്തു എന്നാണ് ചൈന ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അത് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊടുത്തു എന്നാണ് ഇന്ത്യയിലെ ചൈന എംബസിയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് അപ്ലൈ ചെയ്ത് ദുബായിൽ നിന്നാണ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഒരുപാട് പേര് ദുബായിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് വേറെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർ ഒരുപാട് പുറത്തുനിന്നുള്ള ആളുകൾക്ക് വിസ കൊടുത്തു തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്ക് ഈ ഒരു ഇത്ര നാൾ കൊണ്ട് അവർ ആ രാജ്യം വൺ സെറ്റപ്പ് ആക്കി കഴിഞ്ഞു. ഇനി അവർ അത് ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ വന്നത് കാണട്ടെ, ഞങ്ങളുടെ രാജ്യം എങ്ങനെയാണെന്ന് കാണട്ടെ. ഇതുവരെ പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ മീഡിയയിൽ പലതരത്തിലുള്ള ന്യൂസ്, നല്ലതും ചീത്തയായിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി അവർ വന്ന് നേരിട്ട് കാണട്ടെ എന്നുള്ള രീതിയിൽ അവർ തുറന്നു കൊടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഗൂഗിൾ ഒന്നും ചൈന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്തത് നമ്മളവിടെ പോയിട്ട് VPN യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്ന സിമ്മ്, ആ സിമ്മ് ഒരു സിം പോലത്തെ സിം ആയതുകൊണ്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ നമ്മൾ പോയ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ ഒഫീഷ്യലി നമ്മൾ അവിടെ നിന്ന് ഒരു സിം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഇൻ്റർനെറ്റ് വൈഫൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ സൈറ്റുകളിലൊന്നും കയറാൻ പറ്റില്ല. അത് പോകുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ കൂടി പറയുകയാണ്. ഞാനിപ്പോൾ അതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ചൈനയിൽ പോയിട്ടുള്ളവരുടെ വീഡിയോസ് കണ്ടുകൊണ്ട് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അത് നമുക്ക് VPN ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് അവിടെ ലോക്കലായിട്ടുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ സ്ട്രിക്റ്റ് ആയിട്ട് അവരത് നോക്കിക്കൊണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു 4-5 ദിവസത്തിന് വേണ്ടി പോയി വരുന്ന പോലെയല്ല, അവരവിടെ സ്ഥിരം ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ കുറേ VPN അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ പെയ്ഡ് VPNs ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് VPNൻ്റെയും വാട്സപ്പിൻ്റെയൊക്കെ കാര്യം. അതുപോലെ തന്നെ റോഡുകളിലെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയൊന്നും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഈവൻ ദുബായ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ദുബായ് പോലെയാണ് അവിടുത്തെ മിക്ക സ്ഥലങ്ങളെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ സിറ്റീസിലാണ് പോയത്, ഉൾഗ്രാമങ്ങളിലേക്ക് പോയിട്ടില്ല. ഉൾഗ്രാമങ്ങളിലെ സ്ഥിതി വ്യത്യസ്തമായിരിക്കാം. എന്നാൽ പോലും നമ്മൾ കാണുന്ന സ്ഥലം, അല്ലെങ്കിൽ അവർ നമുക്ക് മെയിനായിട്ട് ഷോക്കേസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ റോഡുകളായാൽ തന്നെ ഒരു കുണ്ടും കുഴിയുള്ള ഒരു ഭാഗം പോലും നമ്മൾ ഈ 5-6 ദിവസത്തെ യാത്രയിൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വളരെ ചിട്ടയായ റോഡുകൾ, വളരെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്കറിയാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവരതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലീനിങ്, എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളുകൾ ഒന്നിന് 2 പേര് നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ നൈറ്റ്. അതൊക്കെയാണ് നമുക്ക് ഈ സിറ്റിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ആളുകളുടെ കാര്യമാണെങ്കിലും ആളുകളൊന്നും നമ്മളോട് ഇന്ത്യക്കാരാണെന്ന് കരുതി ഒരു ശത്രുതാ മനോഭാവത്തോട് കൂടിയോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും അല്ല പെരുമാറുന്നത്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. അവർ ഹിന്ദു എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മളോട് അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഹിന്ദു എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ്. അവർ സംസാരിക്കാൻ അറിയില്ല. കാരണം 90% ആളുകൾക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് വാസ്തവം.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു 50% ഏറെ ആളുകൾ ഇന്ത്യയിലെ ഏത് ഭാഗത്തായാലും അറ്റ്ലീസ്റ്റ് എന്താ നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചാലെങ്കിലും പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ 90% ആളുകൾക്ക് അതുപോലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതും കൂടി ചൈനയ്ക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനം കൂടി ചൈനക്കാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഈ IT കമ്പനികളൊക്കെ ഇന്ത്യയിൽ പിന്നെ നിൽക്കുമായിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അത് എനിക്ക് തോന്നുന്നു അവർ മനഃപൂർവ്വം അത് ചെയ്യാത്തത് തന്നെയാണ്. കാരണം അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ നാടിൻ്റെ ആ ഒരു അവരറിയാലോ, ഒരു കുറച്ച് ആ ഒരു ഫ്രീഡം കൊടുക്കാത്തതിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു കൺട്രോളുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വമാണ് ഈ ആളുകൾക്ക് ഇംഗ്ലീഷ് അധികം പഠിപ്പിക്കാത്തതെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല. കാരണം ഇത്രയൊക്കെ ചെയ്യാവുന്ന ചൈനയ്ക്ക് അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ്റിന് ഇത് ചെയ്യാന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഇപ്പോൾ ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു, ചൈനയിലെ 6ാം ക്ലാസ് മുതലോ മറ്റോ വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയാണ് കുട്ടികൾക്ക് എന്ന്. പക്ഷേ അവർ കൊടുക്കുന്ന ആ വിദ്യാഭ്യാസം എല്ലാം ചൈനീസ് ലാംഗ്വേജിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈവൻ നമ്മൾ ഗൈഡ് കണ്ടപ്പോൾ, ഗൈഡ് ആയാലും അവരൊക്കെ ഹിസ്റ്ററിയോ എന്തൊക്കെയോ പഠിച്ചത് അവരൊന്നും പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലല്ല, അവരെല്ലാം പഠിക്കുന്നത് ചൈനീസ് ലാംഗ്വേജിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ തന്നെ എഫർട്ട് എടുത്ത് ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ് കൂടുതൽ. അല്ലെങ്കിൽ അത്രയും ബില്യനേഴ്സും ഒരുപാടുള്ള സ്ഥലമാണ് ചൈന. അപ്പോൾ അവരങ്ങനെ മക്കൾ പുറത്ത് പോയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വാൻകൂവറിലൊക്കെ എൻ്റെ കസിൻസൊക്കെ പഠിക്കുമ്പോൾ അവിടെ ചൈനീസ് പിള്ളേർ വന്ന് അവർക്ക് പ്രത്യേക ഇതാണ്. കാരണം അവർക്ക് അവിടെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമ്മളപ്പോൾ IELTS വേണമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും വേണമെന്നില്ല. അവർക്ക് വന്ന് ചൈനീസ് സ്റ്റുഡൻസിന് പ്രത്യേക കൺസിഡറേഷനിൽ അവർക്ക് വന്ന് അവർക്ക് ഒരു കൊല്ലം കൊണ്ട് അവർക്ക് ഒരു ലെവൽ ഓഫ് ഇംഗ്ലീഷ് അവർക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടെന്ന് എൻ്റെ കസിൻസൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അല്ലാതെ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സംവിധാനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇംഗ്ലീഷും കൂടി പഠിക്കുമായിരുന്നെങ്കിൽ അവരുടെ കാര്യം ഒന്നും പറയണ്ട. ഈ ഇംഗ്ലീഷ് ഒന്നും അറിയാതെയാണ് അവർ ഈ ഒരു രീതിയിൽ ഈ ഒരു നാടിനെ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയെടുത്ത് എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളിലൂടെ അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യ നമ്മളെടുത്ത് അവർക്ക് കൊടുത്ത് അങ്ങനെ പരസ്പരം കൈമാറിയിട്ടൊക്കെയാണ് ചെയ്യണത്. ഇവർ ഈ ഒരു ഭാഷ പോലും ഇത്രയും കുറവ് ആളുകൾക്ക് അറിഞ്ഞിട്ട് പോലും എന്നിട്ടും അവർ ഇത്രയും മുന്നിലോട്ട് വന്നത് ഒരു അത്ഭുതം തന്നെയാണ്. സംഭവം ചൈന ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്, കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്, ഡിക്റ്റേറ്റർഷിപ്പാണ്, ഒരാളാണ് ഭരിക്കുന്നത്. അതിൻ്റെയൊക്കെ വലിയ ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ആളുകൾക്ക് ഫ്രീഡം കുറയുന്നു എന്നുള്ള സംഭവം ഒരു വശത്തുള്ളപ്പോൾ തന്നെ വേറൊരാളും ചോദിക്കാനില്ല, അവർ തീരുമാനിക്കുന്നു, അവർ നടപ്പാക്കുന്നു. അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യ 1991 ശേഷം രാജീവ് ഗാന്ധി മരിച്ച ശേഷം ഇന്ത്യയിൽ സ്ഥിരമായ ഒരു ഗവൺമെൻറ് വരുന്നത് ഈ മോദി സർക്കാർ വന്ന ശേഷമാണ്. അതുവരെ ഇന്ത്യയിലെ ഗവൺമെൻറ് എല്ലാം ആടി ഉരയുന്ന രീതിയിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ കോൺഗ്രസിനും ശരിക്കും ഭരിക്കാൻ പറ്റിയിട്ടില്ല. ആ രീതിയിലുള്ള ഒരു അസ്ഥിരമായ ഗവൺമെൻറ്റുകളായിരുന്നു ഇന്ത്യയിലെ, ഒട്ടും സ്ട്രോങ് അല്ലാത്ത ഗവൺമെൻറ് ആയിരുന്നു ഇന്ത്യയിൽ. അതിൻ്റെ ഒരു വികസനത്തിൻ്റെ കുറവാണ് ഇന്ത്യയിലുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ മോദി ഗവൺമെൻറ് വന്ന ശേഷം ഇപ്പോൾ എന്ത് തന്നെ ആയാലും അതിനുശേഷം ഒരു സ്ഥിരത അല്ലെങ്കിൽ സ്ട്രോങ് ഗവൺമെൻറ് നാട്ടിലുണ്ടായതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചൈനയിലെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 44% ലാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ 44-നും 50-നും ഇടയിലുള്ള ലാൻഡ് മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്. നമ്മൾ ആ മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ അതിന് ശേഷമുള്ള സ്ഥലങ്ങൾ മരുഭൂമിയായിട്ടും പർവ്വതനിരകളായിട്ടും കാടായിട്ടും ജനവാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളായിട്ട് കിടക്കുകയാണ്. കസാക്കിസ്ഥാനോട് ചേർന്നുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയായിട്ടുള്ള ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഹിമാലയ ഭാഗങ്ങളാണ് ഇന്ത്യയായിട്ടുള്ള ചേർന്നുള്ള ഭാഗം നമുക്കറിയാം. അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ്റെ ഭാഗങ്ങൾ, ആ ഭാഗത്താണ് പിന്നെ ഒരു 6% ആളുകൾ താമസിക്കുന്നത്. അങ്ങനെ ഒരു 50% ലാൻഡ് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. ചൈന നമുക്കറിയുന്ന പോലെ തന്നെ ലോകത്തെ തന്നെ 3ാമത്തെ വലിയ രാജ്യമാണ്. ഇപ്പോൾ ആദ്യം റഷ്യ കഴിഞ്ഞാൽ പിന്നെ കാനഡ കഴിഞ്ഞാൽ പിന്നെ ചൈനയാണ്. പക്ഷേ ചൈനയിൽ ഈ 50% ലാൻഡ് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. അല്ലാത്ത ഈ സ്ഥലത്താണ് അവർ ഈ വിപ്ലവം മുഴുവൻ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ ഇന്ത്യയേക്കാൾ പോപ്പുലേഷൻ കുറവാണ് ഇപ്പോൾ ചൈനയ്ക്ക്. മുമ്പ് ചൈന ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ചൈനയെ മറികടന്നു. അപ്പോൾ അതേപറ്റി പറയുമ്പോൾ നമ്മുടെ ഗൈഡൊക്കെ നമ്മൾ പറഞ്ഞത് 1980 കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ ഒരു ഫാമിലിക്ക് പാടുള്ളൂ എന്നുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഗൈഡിനൊക്കെ അവരുടെ വീട്ടിലെ ആ ഒരു പെൺകുട്ടി മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഗൈഡ് വലുതായി കല്യാണം കഴിക്കുന്ന സമയമായപ്പോൾ അവർ 2012 മറ്റോ കല്യാണം കഴിക്കുന്നത്. ആ സമയത്തും കല്യാണം കഴിക്കുമ്പോഴും ഒരു കുട്ടി മതി എന്നുള്ള പോളിസി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 2016 2 കുട്ടി ആവാം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് മാറുകയാണ്. അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞു, ഒരു കുട്ടിയും കൂടി ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് നീ എന്ന് പറഞ്ഞ് അവർ ഒരു കുട്ടിയും കൂടി അവർക്ക് ആവുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ 2017 അവർക്ക് 2ാമത്തെ കുട്ടി ജനിക്കുന്നു. എന്നാൽ ഇപ്പോൾ ചൈനീസ് ഗവൺമെൻറ് 3-4 കുട്ടികളാവാം. കാരണം പോപ്പുലേഷൻ അത്രയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയസ്സായ ആളുകൾ കൂടുന്നു, യുവാക്കളുടെ എണ്ണം അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ എണ്ണം വളരെയധികം കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. മുമ്പ് ഒരു കുട്ടി കൂടുതലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടാതിരുന്ന കാലത്ത് നിന്ന് മാറി ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഗവൺമെൻറ് സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഗൈഡ് പറയുകയാണ്, ഗൈഡിൻ്റെ അമ്മ പറഞ്ഞു പോലും, മോളെ ഒരു കുട്ടിയും കൂടി വേണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു, കാരണം എനിക്ക് നീ മാത്രമല്ലേ ഉണ്ടായുള്ളൂ.
അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് അതിനുള്ള സമയവും സാഹചര്യവും പൈസയും ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നുള്ള തമാശ രീതിയിൽ അവർ പറയുണ്ടായി. അപ്പോൾ അതാണ് കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ചൈനയിൽ ഉണ്ടായിരിക്കുന്ന സംഭവം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുള്ളറ്റ് ട്രെയിൻ ആയാലും ഇപ്പോൾ ഷാങ്കായിലും മെട്രോ സ്റ്റേഷൻ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയാണ്. 508 സ്റ്റേഷനൊക്കെ ഒരു മെട്രോ ഇതിനുണ്ടാവുക എന്ന് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ഇതിനു മുമ്പ് വിചാരിച്ചിട്ടുള്ള കാര്യമായിരുന്നില്ല. അതുപോലെ ബുള്ളറ്റ് ട്രെയിൻ ആയാലും ഒരു 1-2 ബുള്ളറ്റ് ട്രെയിനോ അല്ലെങ്കിൽ ഒരു കുറച്ച് റൂട്ടുകളിലേക്ക് മാത്രമല്ല, കൺട്രിയിലെ അങ്ങോളം ഇങ്ങോളം ബുള്ളറ്റ് ട്രെയിനുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോക്കൽ എയർപോർട്ട് സംവിധാനം അല്ലെങ്കിൽ എയർവേ സംവിധാനം അതും വളരെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും കാണുന്നത് ഒരു 90% ആളുകളും ചൈനീസ് ആളുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ യുപിയിൽ നിന്ന് ആൾക്കാർ കേരളത്തിലേക്ക് വരുന്ന പോലെ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് വരുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഡൽഹി കാണാൻ പോകുന്ന പോലെ കാശ്മീർ കാണാൻ പോകുന്ന പോലെ ഡൊമസ്റ്റിക് ടൂറിസമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യം അവർ വലിയ വലിയ ഗ്രൂപ്പുകൾ, നമ്മളെപ്പോലത്തെ 20 പേരെ 30 പേരെ ഗ്രൂപ്പല്ല, അവർ 50-100 പേരുടെ ഗ്രൂപ്പൊക്കെയാണ് വന്ന് ഒരു 90% ആളുകളും അവർ തന്നെയാണ്, വയസ്സായ ആളുകളാണ് അതിൽ കൂടുതൽ. അങ്ങനെ അവർ വന്ന് സ്ഥലം കാണുന്നത്. അപ്പോൾ അവർക്കാണ് നമ്മളെ കാണുമ്പോൾ കൗതുകം. അപ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഇവരെവിടുന്ന് ഇങ്ങനത്തെ ആളുകൾ വന്നിരിക്കുന്നു. കാരണം അവർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ ലോകമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല. കാരണം യൂട്യൂബില്ല, ഇതില്ല. പിന്നെ പൊതുവേ അവർ വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവരിത് കേട്ട അറിവേ ഉള്ളൂ ഈ ഇന്ത്യക്കാരുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കാണാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെ നമ്മളെ കാണുമ്പോൾ അവർക്ക് വലിയ അത്ഭുതമാണ്. അപ്പോൾ അവർ കുട്ടികൾക്ക് ഇത് കാണിച്ചിട്ട് കുട്ടികൾക്ക് പിന്നെ അവരുടെയൊക്കെ ഇത് കണ്ടിട്ടുള്ള പരിചയമുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വലിയൊരു അത്ഭുതം തോന്നുന്നില്ല. പക്ഷേ ഇവർക്ക് ഭയങ്കര അത്ഭുതവും നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വയസ്സായ ആളുകൾ ചെയ്യുന്നത്. അതുപോലെ പോലീസിൻ്റെതായാലും എല്ലാവിടെയും പോലീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവിടെയും ഉണ്ട്. നമ്മളെ നോക്കി അല്ലെങ്കിൽ നമ്മളെ നിരീക്ഷിക്കുന്ന പോലും നമുക്ക് തോന്നുന്നില്ല. എല്ലാവരുടെ മേത്തും ക്യാമറയൊക്കെ വെച്ചാണ് പോലീസ് നിൽക്കുന്നത്. പലതരം രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്താണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വരെ അവർ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊന്നും അവർക്ക് വലിയൊരു ഇതൊന്നുമില്ല. പക്ഷേ അവരെന്നാൽ നമ്മളെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ പബ്ലിക് ടോയ്ലറ്റിൽ പോലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതൊക്കെ ഉണ്ടാവാം, അതൊന്നും ഇല്ല നമുക്ക് അറിയില്ല. എന്നാൽ പോലും നമുക്ക് ആസ് എ ടൂറിസ്റ്റ് നമ്മൾ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ മാവോൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ മാവോ ആണല്ലോ ഇവരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോ ആണ്. ഇപ്പോൾ നമ്മൾ പോയതൊക്കെ മാവോൻ്റെ ശവകുടീരമുള്ള സ്ഥലത്തേക്കും തിറ്റുമാൻ സ്ക്വയറിലേക്കൊക്കെയാണ് നമ്മൾ ആദ്യം പോയത്. അപ്പോൾ ആ സ്ഥലം ഇപ്പോഴും അവർ വളരെ ആരാധനയോട് തന്നെയാണ് മാവോനെ കാണുന്നതും എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഷീ ജിൻപിങ് എത്തി നിൽക്കുന്ന സമയത്ത് പോലും അവർ മിക്കവരും എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് വലിയ ശത്രുതയുള്ള ആളുകൾ അത്ര അധികം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം ഉണ്ട്. അവർക്ക് 90% ആളുകൾക്ക് മതമില്ല, ഒരു ജാതി മതം അവർക്കില്ല, ക്രിസ്ത്യാനിന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല. വളരെ 10% ആളുകളാണ് ഈ ജാതി മതമൊക്കെ ആയിട്ട് നടക്കുന്നത്. അതും ഈ വളരെ റൂറലായിട്ടുള്ള ഏരിയസിലാണ് അത് കാണാൻ സാധിക്കുക. എന്നാൽ നമുക്ക് പള്ളിയെല്ലാം കാണാൻ സാധിക്കും. ഞാനൊരു ക്രിസ്ത്യൻ പള്ളി ഇപ്പോൾ ഷാങ്കായിൽ കണ്ടു, ബീജിങ്ങിലും കണ്ടു. അവിടെയൊക്കെ വളരെ ആരെങ്കിലുമൊക്കെ വന്നാൽ വായി എന്നുള്ള രീതിയിലുള്ള ആളുകളേ ഉള്ളൂ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാണ് കൂടുതൽ വരുന്നുണ്ടാവുക. ആ രീതിയിലാണ് അവരുടെ മതത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളിലൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഗൈഡ് തന്നെ പറഞ്ഞത് ഞങ്ങൾ വർക്ക് ചെയ്യാം, ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുക. അതുപോലെ തന്നെ കമ്പനികളിൽ ഇപ്പോൾ അവരുടെയൊക്കെ മാതാപിതാക്കൾ വർക്ക് ചെയ്യുന്നത് കമ്പനികളിലാണ്. ഇപ്പോൾ കമ്പനികളിലെ ജോലിക്ക് പോവുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മുമ്പ് തുണി മില്ല് അല്ലെങ്കിൽ കോട്ടൺ മില്ല്, തീപ്പെട്ടി കമ്പനി അല്ലെങ്കിൽ അങ്ങനെ കമ്പനി ജോലിക്ക് പോകുക എന്നൊക്കെ പറയാറില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതില്ല, കേരളത്തിൽ പ്രത്യേകിച്ചില്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്പോഴും അവരെ പോകുന്നത് നമ്മൾ കാണുന്ന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി, അങ്ങനെ എല്ലാത്തരം വ്യവസായം ഉണ്ടല്ലോ. അപ്പോൾ ആ സ്ഥലത്തേക്ക് പണിക്ക് പോവുകയാണ് അവരുടെ മാതാപിതാക്കൾ ഈ 60-65 വയസ്സിലടക്കം. കാരണം 80 വയസ്സ് 90 വയസ്സ് വരെയൊക്കെയാണ് അവിടെ ആളുകൾ ജീവിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത്രയും പോപ്പുലേഷനുള്ള സ്ഥലത്തായിട്ട് പോലും. അതുപോലെ തന്നെയാണ് അവരുടെ കോവിഡിൻ്റെ കാലത്തെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. കോവിഡിൻ്റെ കാലത്തും അവർ പറയുന്നത് 2020 ഒരു മെയ് ജൂൺ വരെയാണ് അവർക്ക് ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർക്ക് ലോക്ക്ഡൗൺ ഉണ്ടായിട്ടില്ല. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ നാട്ടിലെ കോവിഡ് ശക്തമാവുന്നത് 2021 ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിലൊക്കെയാണ് അല്ലേ നമ്മുടെ ലോക്ക്ഡൗൺ, നമ്മുടെ ദുബായിക്കുള്ള ഫ്ലൈറ്റ് അടയ്ക്കുന്നതും ഞാനടക്കം നാട്ടിൽ പെട്ടുപോയതൊക്കെ ആ സമയത്താണ്. എന്നാൽ ആ സമയത്തൊന്നും അവിടെ ഒരു ലോക്ക്ഡൗണും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ അത് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയില്ല. കാരണം ഇവർ നേരത്തെ അറിയുന്നതുകൊണ്ട് കൺട്രോൾ ചെയ്തതാണോ അതൊക്കെ അവ്യക്തമാണ്. എന്നാൽ പോലും അങ്ങനെയാണ് അവിടെ നിന്ന് ആളുകളിൽ നിന്ന് സംസാരത്തിൽ നിന്ന് ഞാൻ പലരോടും ചോദിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് 2020 മാത്രമാണ് ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ, അതിനുശേഷം കോവിഡ് കുറഞ്ഞു എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറയുന്നത്. അതിൽ പലരും കോവിഡ് വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ആ രീതി അതായത് അവർക്ക് നേരിട്ട് കോവിഡ് വരാത്ത രീതിയിലാണ് അവരൊക്കെ സംസാരിച്ചത്. എന്ത് തന്നെയായാലും അപ്പോൾ ചൈനയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറൊരു രാജ്യമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരുപാട് പേര് US വിസയുള്ളവർ, US വിസിറ്റ് ചെയ്തിട്ടുള്ളവരുമാണ്. അപ്പോൾ അവർ പോലും പറഞ്ഞത് US കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചൈന
വളർന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അവർ പോലും പറഞ്ഞത്. ഇപ്പോൾ US എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ US തന്നെ ആയിരിക്കാം ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഇതിലും വലിയ ഇൻഫ്രാസ്ട്രക്ചറും സെറ്റപ്പും ഒക്കെ US-നോ ന്യൂയോർക്ക് സിറ്റിക്കൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ചൈന അതിന് അവിടെ വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. US-ൽ ഇപ്പോൾ ട്രംപ് നമുക്കറിയാം താരിഫ് നിയന്ത്രണം കാര്യങ്ങൾ, ചൈനയാണ് അവർ ലക്ഷ്യം വെച്ച് എല്ലാം ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന തന്നെയാണ് അവരുടെ കോമ്പറ്റേറ്റർ, ചൈനയാണ് അവരെക്കാൾ മുന്നിലേക്ക് വരുന്ന ചൈന തന്നെയാണ്. ഈ ഒരു 10-20 കൊല്ലം കൊണ്ട് തന്നെ ചിലപ്പോൾ ചൈന US-ന്റെ എക്കണോമിയെ പോലും മറികടക്കുന്ന രീതിയിൽ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്രയും കടുത്ത തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നത് അത് എത്രമാത്രം വിജയം കാണുമെന്ന് സംശയമുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഒരാൾ ചോദിക്കാനും പറയാനും എതിർ ശബ്ദം എന്നുള്ള സംഭവമില്ല. അവർ ഡിസൈഡ് ചെയ്തു, അത് നടക്കുന്നു, ആളുകൾക്കും പ്രശ്നമില്ല. കാരണം ആളുകളെല്ലാം ഹാപ്പിയാണ്. ആളുകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. അവിടെ ഇപ്പോൾ ലോകത്ത് തന്നെ പോവർട്ടി ലൈനിലെ ഏറ്റവും പോവർട്ടി ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ചൈനീസ് ആൾക്കാർ. കാരണം ഇത്ര അധികം ജനസംഖ്യയും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിലെ പോവർട്ടി വളരെയധികം കുറഞ്ഞു. അത് മാത്രമല്ല മിഡിൽ ക്ലാസ് ഒരു 50% ആളുകൾ മിഡിൽ ക്ലാസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ജോലിയുണ്ട്, ഒരു മക്കളുള്ള ആളുകളാണ്. അവർക്കെല്ലാം അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നുണ്ട്, മോളും ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മോനും ജോലിക്ക് പോകുന്നുണ്ട്, അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ജോലിക്ക് പോകുന്നു. ആ രീതിയിലാണ് അവരുടെ ജീവിതം. എന്ത് ജോലി തന്നെ ആയാലും അവരെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കിയ വളരെ കൗതുകകരമായ കാര്യമാണ്, അവിടെ ശരിക്കും അറേഞ്ച്ഡ് മാരേജ് പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അറേഞ്ച് മാരേജ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അതായത് കപ്പിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ പോലെ അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള സംസ്കാരം ചൈനയിലില്ല. അതുമാത്രമല്ല ചെക്കനാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്, അല്ലാതെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം പോലെ കൊടുക്കുന്ന സമ്പ്രദായമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചൈനയിലില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് അവരുടെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മോളല്ലേ, അതുകൊണ്ട് മോൾക്ക് ഒന്നും കൊടുക്കണ്ട, മോൾക്ക് ഇങ്ങോട്ട് കിട്ടുക ചെയ്യുക എന്നുള്ളതായിരുന്നു അത്ര അവരുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു പലതരത്തിലുള്ള നമ്മുടെ സംസ്കാര രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു യാത്ര വളരെയധികം സഹായിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല ചൈനയ്ക്ക് പോകണം എന്നുള്ളത്. കാരണം ചൈനയിലേക്ക് പോകുക എന്നുള്ളത് മൈൻഡിലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടതും പിന്നെ ഗ്രേറ്റ് വാൾ കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ ചൈന യാത്രയ്ക്ക് മുന്നിട്ട് നിന്ന് പോയത്. എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചൈനയിൽ പോകുമ്പോൾ. ഇങ്ങനെ ഇത്രയും നല്ലൊരു രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ പല ന്യൂസും കേട്ടിട്ട് ഇതൊരു കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള കൺട്രി ആണെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. എന്നാലും അതൊക്കെ മാറി ചൈന കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്നത്തെ പുതിയ മോഡേൺ ഈ ഒരു 40 വർഷം കൊണ്ടാണ് ചൈനയിൽ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഓർക്കണം. 1978 മുതലാണ് ചൈനയിൽ ഈ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അല്ലാതെ അതിന് മുമ്പ് തൊട്ടേ അമേരിക്ക പോലെ 10, 50, 100 വർഷങ്ങൾ മുമ്പ് തൊട്ടേ വലിയൊരു നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാം മോഡേൺ ആണ്. എല്ലാതും ഒക്കെ പക്ക മോഡേൺ കാര്യങ്ങളാണ് എല്ലാതും അവിടെ ഉള്ളത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ചൈന സന്ദർശിക്കുക. നമുക്ക് വളരെ അടുത്താണ്, ഇന്ത്യയിൽ നിന്ന് ചൈനയ്ക്ക് പോകാൻ വലിയ ദൂരമില്ല. ഇപ്പോൾ ചൈന ഒരുപാട് വിസ തരുന്ന സമയം കൂടിയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചൈന എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണെന്ന് മാത്രം പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.